അപ്പോൾ കണിക്കൊന്ന പൊട്ടിക്കാൻ പോവുകയാണ്. കുറച്ച് ഞാൻ ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയും കൂടെ പൊട്ടിക്കണം. അപ്പോൾ അത് നമ്മുടെ തോട്ടി ബ്ലേഡ് വെച്ചിട്ടാണ് ഞാനിത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് പല്ലും കൂടെ തേക്കാതെ രാവിലെ തന്നെ ഇറങ്ങിയതാണ് ഇതിന്. എന്നാലും നമുക്ക് വേഗം കൊണ്ടായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി പൊട്ടിക്കാനുള്ള പരിപാടികൾ നോക്കാം. ബ്ലേഡിന് ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബ്ലേഡ് റെഡിയാക്കട്ടെ. ബ്ലേഡ് അപ്പോൾ ഇങ്ങനെയാണ് ഇതാക്കിയത്. അപ്പോൾ ഇതിൻ്റെ മൂർച്ച കഴിഞ്ഞാണ്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വലിച്ചപ്പോൾ പോരുന്നില്ല. കുറേ ദാർപ്പായൻ്റെ മുകളിലാണ് കുടുങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഒരു തേങ്ങ വീണു. ഇപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് അവിടെ ഓലൊക്കെ വിഴാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ്. ഗൈസ് കുറേ പൂവുണ്ട്. ഇതൊക്കെ എപ്പോൾ പൊട്ടിച്ച് തീരാനാണോ? ഇപ്പോൾ ടൈം 7:30. ഇപ്പോൾ നേരെ 7:30 ടൈം. ഈ ടൈമിൽ ഒക്കെ പൊട്ടിച്ച് വേഗം തീർക്കണം. എന്നാലും ഒക്കെ വേഗം കെട്ടാക്കി നമുക്ക് എന്താണീ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ബാക്കി വീഡിയോ ഞാനിത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുള്ളത് കാണിക്കാം. അപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇത് പൊട്ടിക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. ഇത് പൊട്ടിച്ചെടുക്കാൻ. ഇത് ഫുള്ള് കൊഴിഞ്ഞ് പോവുകയാണൊക്കെ. ഇവിടൊക്കെ ഫുള്ള് കൊഴിഞ്ഞ് പോവുകയാണ് എല്ലേതും. അപ്പോൾ നമുക്ക് പൊട്ടിക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ കുറച്ച് ഈ ദാർപ്പായൻ്റെ മുകളിലൊക്കെ വീണിട്ടുണ്ട്. ഇനി ബാക്കി അതിൻ്റെ മേലെ നിന്ന് എടുക്കണം. പല്ല് തേച്ചിട്ടില്ല, ഒന്നും ആക്കിയിട്ടില്ല, ചായ പോലും കുടിച്ചിട്ടില്ല. അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ പൊട്ടിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും പൊട്ടിക്കണം. അതൊന്നും പോരാ, നമുക്ക് കൊണ്ടുപോയി വിൽക്കാനുള്ളത്. ഈ നിലത്ത് കാണുന്ന ഈ പൂക്കളൊക്കെ ഇനി പെറുക്കിയിട്ട് ഇതാ അവിടെ തിണ്ടുമ്പോൾ കൊണ്ടുപോയിക്കാനുള്ളതാണ്. എന്നിട്ട് അവിടെ നിന്നൊക്കെ കെട്ടിയിട്ട് നമ്മൾ പുത്തൻതാണിയിൽ വിൽക്കും. രാവിലെ പോകണം, ഉച്ചയ്ക്ക് പോകണം എന്നുള്ളതാണ് ഡൗട്ട്. എപ്പോൾ പോയാലും ആൾക്കാരുണ്ടാവും. അപ്പോഴഞ്ഞ് ഇതിൻ്റെ ബാക്കി പൊട്ടിക്കാനുണ്ട്. ഞാൻ നേരത്തെ പാട്ടിട്ടുകൊണ്ട് ചിലപ്പോൾ ഇതിന് കോപ്പിറൈറ്റ് കിട്ടും. അതാണ് ഞാൻ ഒന്നും കൂടെ എടുത്തത്. അപ്പോൾ അതവിടെ ഇവിടെയൊക്കെ പൂക്കളുണ്ടായിരുന്നു കുറേ. ഇതൊക്കെ ഞാനിപ്പോൾ ഇവിടുന്ന് പൊട്ടിച്ചതാണ്. ഇനി ഉള്ളത് കുറച്ച് അങ്ങോട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടുള്ളതൊക്കെ പൊട്ടിക്കാൻ കുറച്ച് ടാസ്ക്കാവും. കുറച്ച് ദൂരത്തേക്ക് മേലേക്കൊക്കെയാണ്. ഇതിൻ്റെ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ഐറ്റം പൂവാണ്. എല്ലായിടത്തും ചിലപ്പോൾ വലിപ്പമുള്ളതൊക്കെയും കണ്ടിട്ടുണ്ടാവും. അത് കുറച്ച് ചെറുതാണ് പൂ. പക്ഷേ ഇതുമ്പോൾ നിറയെ പൂക്കൾ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ അതാ അവിടെ നമ്മളവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ അമ്മ തുടക്കിയാണ്. അപ്പോൾ അതാ അവിടെ വെച്ചതാണ്. അപ്പോൾ പല്ലൊന്നും തേച്ചിട്ടില്ല. രാവിലെ നീച്ചിട്ട് വേഗം പരിപാടി തുടങ്ങിയതാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് പുത്തൻതാണി കൊണ്ടുപോയിട്ട് വിൽക്കാനാണ് പരിപാടി. അപ്പോൾ അവിടുന്ന് ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുക. അപ്പോൾ ഇതാ പൊട്ടിച്ചത് അമ്മ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മൾ പൊട്ടിച്ചത്. അപ്പോൾ ഇത്ര കിട്ടിയിട്ടുണ്ട് പൊട്ടിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് പുത്തൻതാണി കൊണ്ടുപോയി വിൽക്കാമെന്നുള്ളതാണ് വിചാരിച്ചത്. പിന്നെ ഇവിടെ കമ്പനിക്കാർ വന്നിട്ടൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോകലുണ്ട്. ആരും എത്തിയിട്ടില്ല. അപ്പോൾ അവർക്കുള്ളതും കൂടെ അവിടെ പൊട്ടിക്കാമെന്ന് വിചാരിച്ച്. അവർ വരുമ്പോൾ പിന്നെ കൊണ്ടുപോയാൽ മതിയല്ലോ, കയറി പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അപ്പം ഇനിയും പൊട്ടിക്കാണ്ട് കഴിഞ്ഞിട്ടില്ല, ഇനി പൊട്ടിക്കൽ കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ ഉണ്ട്. അപ്പോൾ കുറേ ഇപ്പോൾ ഞാനിപ്പോൾ അത് അവിടെ പൊട്ടിച്ചിട്ട് കുറേ വെച്ചിട്ടുണ്ട്, കണ്ടില്ല. ഇതിൻ്റെ മേലെ കുറേ കൊഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി അത് എടുക്കണം, എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടിക്ക് പോകാൻ. വേണ്ടില്ല, ഇവിടെ ഒരു പൂവ് നമ്മൾ കയ്യെത്തും ദൂരത്ത്. പക്ഷേ ഞാനത് പൊട്ടിക്കൂല, അത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതേപോലെ അവിടെ ഒരു മൊട്ടായിട്ട് നിൽക്കുന്നുണ്ട്, അതും ഞാൻ പൊട്ടിക്കൂല. ഇവിടെ ഉള്ളതൊക്കെ പോയി, കംപ്ലീറ്റ് പോയി. ഞാൻ പൊട്ടിച്ചെടുത്താണ്. ഇതാ ഇവിടെയൊക്കെ ഉണ്ട്, താഴത്തൊക്കെ ഉള്ളത് ഞാൻ പൊട്ടിക്കില്ല. കുറച്ച് ഉയരത്തുള്ളത് കൊമ്പ് താഴ്ത്തിയിട്ട് പൊട്ടിക്കുക. താഴത്തുള്ള പൊട്ടിച്ച് കഴിഞ്ഞാൽ മരത്തിന് കാണാനേ രസമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഓക്കെ. ഞാൻ പൂ പൊട്ടിക്കണത് ഇതാ ഇങ്ങനെയാണ്. ബ്ലൈഡ് ഇങ്ങനെ സ്ക്രൂ ചെയ്തിട്ട് ഒരു വടിമേൽ വെച്ചിട്ടാണ് ആക്കുന്നത്. കുറേ പൊട്ടിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തേനേക്കാളും കുറേ തോനുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കിന് ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം, വിശന്നിട്ട് ചെയ്യാം. അപ്പോൾ അതാ പൂക്കൾ ഇതാ പൊട്ടിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുത്തൻതാണിക്ക് നേരെ പോകാൻ നിൽക്കുകയാണ്. വണ്ടി ഇല്ലാത്തതുകൊണ്ട് ബസ്സിന് എന്തിനെങ്കിലും പോകണം. അപ്പോൾ കുറച്ച് പൂക്കൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ മാർഷൽ, ഇതാ അമ്മ അതവിടെ പൂ ഇതാ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 2 കവറക്കുള്ളതാണ്. ഇത് സെയിൽ ചെയ്യണം. അപ്പോൾ ടൈം ഇപ്പോൾ അതാ കറക്റ്റ് 4:30 ആവാനായി തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ വേഗം പോയാലേ പരിപാടി നടക്കുകയുള്ളൂ ഗൈസ്. അപ്പോൾ ഇനി ബാക്കി അവിടുത്തെ വീഡിയോ കാണാം ഗൈസ്. അങ്ങനെ കുറച്ച് വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ കാണിക്കുന്ന അങ്ങനെ കച്ചവടം കഴിഞ്ഞ് ഇനി നേരെ പോവുകയാണ്. ഓക്കെ ഗ്യാസ്. അപ്പോൾ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് ഫുള്ള് സെയിലായിട്ടുണ്ട്. അപ്പം ഇനി നേരെ വീട്ടിലേക്ക് യാത്രയാണ്. ഇവിടെ അങ്ങാടിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്.